മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ സ്ട്രോങ്ങസ്റ്റും പവർഫുള്ളുമായിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ആണ് ഹൾക്കും റെഡ് ഹൾക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇവരിൽ ആരാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എന്നും അതേപോലെ തന്നെ ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് നടന്നാൽ ആരാകും വിജയിക്കുക എന്നുള്ളതുമാണ്. സോ ഗൈസ്, എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഗൈസ്, മാർവൽ ഫാൻസിന്റെ ഇടയിൽ ഇപ്പോഴുമുള്ള ഒരു സംസാര വിഷയമാണ് ഹൾക്കും റെഡ് ഹൾക്കും തമ്മിൽ ഒരു ഫൈറ്റ് നടന്നാൽ ആരാണ് ജയിക്കുമെന്നുള്ളത്. ഇവരെ തമ്മിൽ കമ്പയർ ചെയ്ത് സംസാരിക്കാൻ തന്നെ ഒരു കാരണമുണ്ട്. അതായത് അവരുടെ ലുക്കും ആങ്കറും എബിലിറ്റീസും ഒക്കെ ഏകദേശം സിമിലർ ആണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഹൾക്കിന്റെ പല വേർഷൻസും നമ്മൾ കണ്ടിട്ടുണ്ട്. ദ ഇൻക്രെഡിബിൾ ഹൾക്ക്, ഹൾക്ക്, സ്മാർട്ട് ഹൾക്ക്, പ്രൊഫസർ ഹൾക്ക് എന്നിങ്ങനെ പല വേർഷൻസ്. എന്നാൽ ഇതെല്ലാം ഒരേ ഹൾക്ക് തന്നെയാണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഓരോ മൂവീസ് കഴിയും തോറും ഹൾക്കിന്റെ സൈസ് ചെറുതാവുകയാണ്. ഹൾക്കിന്റെ സൈസ് ചെറുതാവുന്നതോടൊപ്പം തന്നെ ഹൾക്കിന്റെ സ്ട്രെങ്തും കുറയുന്നത് പോലെയാണ് കാണിക്കുന്നത്. ദ ഇൻക്രെഡിബിൾ ഹൾക്ക്, ദി അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോൺ എന്നീ മൂവീസിൽ ഹൾക്ക് അതിശക്തനായിരുന്നു. തോർ റാഗ്നറോക്കില് ഹൾക്കിനെ അത്രമാത്രം പറയാനില്ലെങ്കിലും ഓക്കെ ആയിരുന്നു. അവഞ്ചേഴ്സ് എൻഗെയിമോടെയാണ് ബ്രൂസ് ബാനറും ഹൾക്കും ഒരുമിച്ച് ചേർന്ന പ്രൊഫസർ ഹൾക്ക് അല്ലെങ്കിൽ സ്മാർട്ട് ഹൾക്ക് ഒക്കെ ആയിട്ട് നമ്മുടെ ഹൾക്ക് മാറിയത്. അതോടെ ഹൾക്കിന്റെ കാര്യത്തിലുള്ള പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ റെഡ് ഹൾക്ക് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിലൂടെയാണ്. ഒറ്റ സിനിമയിലൂടെ റെഡ് ഹൾക്ക് എത്രമാത്രം അപകടകാരിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഹൾക്കിനേക്കാളും സ്മാർട്ട് ഹൾക്കിനേക്കാളും ഒക്കെ ശക്തൻ റെഡ് ഹൾക്ക് തന്നെയാണ്. ഹൾക്കിനെ പോലെയുള്ള ലുക്കും സ്ട്രെങ്തും ഒക്കെ ഉണ്ടെങ്കിലും ഹൾക്കിനേക്കാൾ കൂടുതൽ എബിലിറ്റീസ് ഉള്ളത് റെഡ് ഹൾക്കിനാണ്. ട്രാൻസ്ഫോർമേഷൻ കൺട്രോള്, ഹീറ്റ് റേഡിയേഷൻ, എനർജി അബ്സോർപ്ഷൻ എന്നിങ്ങനെ ഹൾക്കിനില്ലാത്ത പല എബിലിറ്റീസും റെഡ് ഹൾക്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഹൾക്കിനെ പോലെ തന്നെ എത്രമാത്രം ആംഗ്രി ആകുന്നോ അത്രമാത്രം റെഡ് ഹൾക്ക് ശക്തനായി മാറും. റെഡ് ഹൾക്കിന്റെ ആങ്കർ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ്. റെഡ് ഹൾക്കിന് ദേഷ്യം കൂടുന്തോറും അദ്ദേഹത്തിന്റെ ബോഡി ടെമ്പറേച്ചറും വർദ്ധിക്കും. അത് കാരണം റെഡ് ഹൾക്കിന്റെ ഫോക്കസ് നഷ്ടപ്പെടാനും അദ്ദേഹത്തിന് കോൺഷ്യസ്നെസ് നഷ്ടപ്പെടാനും ഒരുപക്ഷെ ഇടയായേക്കാം. അതോടെ റെഡ് ഹൾക്ക് വീക്കായി മാറുകയും ചെയ്യും. എന്നാൽ നമ്മുടെ ഹൾക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. എത്രമാത്രം ഹൾക്ക് ദേഷ്യപ്പെടുന്നോ അത്രമാത്രം തന്നെ ഹൾക്കിന്റെ ശക്തിയും വർദ്ധിക്കും. ഒരു പരിധിക്കപ്പുറം ഹൾക്കിന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഹൾക്കിനെ പോലെ അപകടകാരിയായി മറ്റാരും തന്നെ കാണത്തില്ല. സോ ആങ്കർ എന്നത് ഹൾക്കിന് ഒരു അഡ്വാൻറ്റേജും റെഡ് ഹൾക്കിന് ഒരു ഡിസഡ്വാൻറ്റേജുമാണെന്ന് പറയേണ്ടി വരും. സ്മാർട്ട് ഹൾക്ക് സത്യത്തിൽ ബ്രൂസ് ബാനർ തന്നെയാണ്. ബ്രൂസ് ബാനറിന് ഹൾക്കിന്റെ ബോഡി കിട്ടിയാൽ എങ്ങനെയിരിക്കും? അതാണ് സ്മാർട്ട് ഹൾക്ക്. സോ ഈ സ്മാർട്ട് ഹൾക്കുമായിട്ടാണ് റെഡ് ഹൾക്ക് ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ റെഡ് ഹൾക്ക് തന്നെ വിജയിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. ബ്രൂസ് ബാനറും ഹൾക്കും സത്യത്തിൽ രണ്ട് പേഴ്സണാലിറ്റീസ് ആണ്. എന്നാൽ റെഡ് ഹൾക്ക് അങ്ങനെയല്ല. തണ്ടർബോൾട്ട് റോസ് തന്നെയാണ് റെഡ് ഹൾക്കും. തണ്ടർബോൾട്ട് റോസ് ഒരു മിലിറ്ററി സോൾജർ ആണ്. തണ്ടർബോൾട്ട് റോസ് റെഡ് ഹൾക്ക് ആയാൽ അദ്ദേഹത്തെ തോൽപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഹൾക്കിന് ദേഷ്യം കൂടുന്തോറും അദ്ദേഹം വളരെ ശക്തനായി മാറുന്നത് കൊണ്ട് തന്നെ ദ ഇൻക്രെഡിബിൾ ഹൾക്കുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ഹൾക്കുമായിട്ടോ റെഡ് ഹൾക്ക് ഫൈറ്റ് ചെയ്താൽ റെഡ് ഹൾക്ക് ആ ഫൈറ്റിൽ തോൽക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ദേഷ്യമാണല്ലോ രണ്ട് ഹൾക്കിന്റെയും പ്രധാനപ്പെട്ട പവർ സോഴ്സ്. റെഡ് ഹൾക്കിന് ദേഷ്യം കൂടുന്തോറും ഒരു പരിധി കഴിഞ്ഞാൽ അദ്ദേഹം വീക്കായി മാറും. എന്നാൽ ഹൾക്കിന് ദേഷ്യം കൂടുന്തോറും ഹൾക്ക് കൂടുതൽ ശക്തനായി മാറുകയാണ് ചെയ്യുന്നത്. സ്മാർട്ട് ഹൾക്കുമായിട്ട് ഫൈറ്റ് ചെയ്താൽ റെഡ് ഹൾക്ക് വിജയിക്കാനാണ് സാധ്യത കൂടുതൽ. എന്നാൽ ദ ഇൻക്രെഡിബിൾ ഹൾക്കോ അല്ലെങ്കിൽ മെയിൻ MCU ഹൾക്കുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്താൽ റെഡ് ഹൾക്ക് തോൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഗൈസ്, ഹൾക്ക് വേഴ്സസ് റെഡ് ഹൾക്ക്, ഇവരിൽ ആരാണ് സ്ട്രോങ്ങസ്റ്റ് എന്നുള്ളതും ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് നടന്നാൽ ആരാകും വിജയിക്കുക എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും ഹൾക്ക് വേഴ്സസ് റെഡ് ഹൾക്ക് ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് നടന്നാൽ ആര് ജയിക്കുമെന്നുള്ളതും വീഡിയോയുടെ താഴെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.